നമസ്കാരം, ഞാൻ സുനിൽ നെല്ലായി. ഞാനിപ്പോൾ ഷാർജ എയർപോർട്ടിലാണ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം തോന്നി. മറ്റൊന്നുമല്ല, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഓഡിയോ അയച്ചു തന്നു. അത് കേട്ടപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നി. എന്തായാലും എനിക്ക് സമയമുണ്ട്. എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് 12 മണിക്കാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്യാൻ തോന്നി. മറ്റൊന്നുമല്ല, ഒരിക്കൽ ഇതെൻ്റെ അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ കിച്ചണിലെ സിങ്ക് പൈപ്പ് ചെറുതായിട്ട് ഒരു ലീക്ക് വന്നു. അപ്പോൾ ഞാൻ അതിനൊരു ടെക്നീഷ്യനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നി. മറ്റൊന്നല്ല, കുറച്ച് നല്ലവണ്ണം പ്രായമായ ഒരു മനുഷ്യൻ, ഒരു 60-65 വയസ്സ്. അപ്പോൾ 65 വയസ്സേക്കാൾ ഉണ്ടെങ്കിലും അതിക്കാലും കൂടുതൽ തോന്നും അദ്ദേഹത്തെ കണ്ടാൽ. അപ്പം അദ്ദേഹം വന്ന ഉടനെ തന്നെ, സാധാരണ ഒരു ടെക്നീഷ്യനൊക്കെ ഇപ്പോൾ വരുന്നത് കണ്ടാൽ നമുക്കൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ വരുന്ന ആ രീതിയിലാണല്ലോ ഇപ്പോൾ വരിക. ഡോക്ടേഴ്സൊക്കെ വരുന്ന പോലെ. കാരണം അവരും ഡോക്ടേഴ്സാണല്ലോ, അല്ലെങ്കിൽ അവരും എൻജിനീയേഴ്സാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ടൂൾസ് എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ വളരെ പഴക്കം ചെന്ന ഒരു പ്ലാസ്റ്റിക് കവർ. അതിൽ നിന്ന് അദ്ദേഹം ഒരു സ്പാനർ എടുത്തു, ഈ പൈപ്പ് തിരിച്ച് തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം തുരുമ്പെടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം വീണ്ടും ആ ടൂൾ ബോക്സിൽ നിന്ന്, ബോക്സ് എന്ന് പറയാൻ വയ്യ, കവറിൽ നിന്ന് ഒരു ആക്സോ ബ്ലേഡ് എടുത്തു. ആ ബ്ലേഡ് തുരുമ്പിച്ച് ഒരു കഷ്ണമേ ഉള്ളൂ, മുഴുവൻ പോലുമില്ല. ഇതും കൂടി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കഷ്ടം, ഞാൻ വിളിച്ച് ആളെ തെറ്റിപ്പോയോ? ഒന്നും പറയാനും പറ്റില്ലല്ലോ. ഈ പണി ഇന്ന് തീരുന്നു തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് നിരാശയോടുകൂടി ഞാനിങ്ങനെ അല്പം മാറി നിന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പണിയെല്ലാം തീർത്ത് വളരെ ക്ലീനാക്കി ആ ടാപ്പ് ശരിയാക്കി തന്നു. ഒരു തുള്ളി വെള്ളം പോലും പോണില്ല. മനോഹരമായിട്ട് പണി തീർത്തു 10 മിനിറ്റ് കൊണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. ശരിക്കും ഒരു വല്ലാത്ത ബഹുമാനം തോന്നി, ഇഷ്ടമൊക്കെ തോന്നി. ഞാനൊരു 500 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. 500 രൂപ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് എനിക്ക് 500 രൂപ വേണ്ട, 100 രൂപയുടെ പണിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, എനിക്ക് 100 രൂപ മതി. അദ്ദേഹം 400 രൂപ എനിക്ക് തിരിച്ചു തന്നു. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഇന്നത്തെ കാലത്ത് വളരെ അത്ഭുതമാണ് ഇങ്ങനൊരു കാര്യം കാണുക എന്നുള്ളത്. എത്ര കൊടുത്താലും കുറവായി എന്നാണ്, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, സാറില്ല, എൻ്റെ ഒരു സന്തോഷത്തിനാണ്, അതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട സാറേ, നാളെ എനിക്ക് ഈ 500 രൂപ കിട്ടിയില്ലെങ്കിൽ മനസ്സിന് വിഷമം. അപ്പം ഞാനത് പ്രതീക്ഷിക്കും. അപ്പം അത് വേണ്ട, എനിക്ക് 100 രൂപ മതി. ഇത് കേട്ടപ്പോൾ, എങ്കിൽ താനൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കൂടുതൽ പൈസ തരാം, താങ്കളുടെ ആ ടൂൾ കിറ്റ് ഒന്ന് മാറ്റി ഒരു പുതിയ ടൂൾ കിറ്റ് വാങ്ങും. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ, ഈ ടൂൾസിൻ്റെ നിയോഗം എന്താണെന്നറിയാമോ സാറിന്? ഒരർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന് തന്നെ പറയാം. അത് ടൂൾസിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ അത് തേഞ്ഞ് ഇല്ലാണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ. അതായത് കുറച്ച് പ്രായമായവർ, സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കപ്പെടുന്നില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ. ഞങ്ങളും പവറിൻ്റെ കാര്യത്തിൽ, പ്രവൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും കുറവല്ല സാറേ. ഈ ടൂൾസിനെ പോലെയാണ്. അതിൻ്റെ പ്രവൃത്തി ചെയ്തൊരു പക്ഷെ ഇല്ലാണ്ടാവുമായിരിക്കും, പക്ഷേ അവസാന നിമിഷം വരെ ആത്മാർത്ഥമായി പണിയെടുക്കും. അപ്പം അതുകൊണ്ട് ഈ
പ്രായം ചെന്നവർ എന്ന് പറഞ്ഞ്, സീനിയേഴ്സ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതിരുന്നാൽ മാത്രം മതി സാർ. ഞങ്ങളെപ്പോലുള്ളവരെ തഴയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇപ്പം ഞാനിത് എൻ്റെ കണ്ണ് അറിയാതെ പോയതാണ്. ആ സീൻ മനസ്സിലാക്കി വന്നു. കാരണം പണ്ടൊരു പ്രോവർബ് പറയുമല്ലോ, പച്ചപ്ലാവിലെ പഴുത്ത പ്ലാവിലെ കണ്ട് ചിരിക്കുന്നു. നാളൊരിക്കൽ നമ്മളും പഴുത്ത പ്ലാവിലെ ആവേണ്ടവരാണ്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ പ്രായമായവരെ മാറ്റി നിർത്തരുത്. അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവരെ എന്നും ചേർത്ത് നിർത്തണം. അവരാൽ കഴിയുന്ന വിധത്തിൽ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാം. ഒരിക്കൽ ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ കഴിയുമെങ്കിൽ ഊർജ്ജസ്വലരായ അച്ഛനമ്മമാരാണ് എങ്കിൽ അവരെ നിങ്ങളുടെ കൂടെ താമസിപ്പിക്കരുത് മക്കളോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ എന്നോട് കുറച്ച് പേര്, എനിക്ക് ഫേസ്ബുക്കിൽ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്, എന്താ മാഷ എങ്ങനെ പറഞ്ഞത്, അച്ഛനമ്മമാരെ താമസിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അച്ഛനമ്മമാരെ സ്നേഹിക്കേണ്ടെന്നോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ട എന്നുമല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു, അവരുടെ സ്വാതന്ത്ര്യത്തിന് വളരെ ഒരു റെസ്ട്രിക്ഷൻസ് വരികയാണ്. നേരെമറിച്ച് അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമുള്ളത് അവരുടെ വീട്ടിലാണ്. അവരവിടെ താമസിക്കട്ടെ. ഉദാഹരണം, ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും മക്കളൊക്കെ വലുതായി കല്യാണം കഴിച്ചു, അവരോരോ സ്ഥലങ്ങളിലാണെങ്കിൽ അച്ഛനും അമ്മയെ തനിച്ചാ താമസിക്കുന്നത് വെച്ചാൽ ആ അമ്മ പറയും, മനുഷ്യ നാളെ മോളുടെ അടുത്ത് പോകണം കേട്ടോ, മോൾക്ക് കുറച്ച് കായ വറുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മോളുടെ അത് ചെയ്യണം, മകനെ അടുത്ത് പോകണം, മകൻ്റെ കുഞ്ഞിന് നമുക്ക് ഇതുണ്ടാക്കി കൊണ്ടുപോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലടച്ചോ. അപ്പോൾ ഈ വക കാര്യങ്ങൾ ആൾക്ക് തോന്നുകയാണ് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ആക്റ്റീവായി പോകും. അതായത് അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം അല്ലെങ്കിൽ അമ്മ, അവർ ആക്റ്റീവാകും. മറിച്ച് അച്ഛനും അമ്മയും മക്കളുടെ കൂടെ ചെല്ലുമ്പോൾ ഉടനെ ചോദിക്കുക, അച്ഛൻ അവിടെ ഇരുന്നാൽ മതി, എന്തിനീ ആവശ്യമില്ലാത്ത കിടക്കണം, അച്ഛൻ എന്താ വേണ്ടേ, അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കിട്ടണം, അമ്മ അവിടെ ഇരിക്കൂ. ഇങ്ങനെ പറയുമ്പോൾ അവർക്കൊരു തോന്നൽ വരും, അപ്പോൾ ഇനി ഞങ്ങളെ ഒന്നിനും കൊള്ളാണ്ടായി അല്ലേ. അതായത് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിട്ടുള്ള ഒരു ഫീൽ അവരുടെ ഉള്ളിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിയുന്നിടത്തോളം, പിന്നെ എത്രയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അമ്മമാർക്ക് അവരുടെ അടുക്കളയിൽ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് വേറൊരു സ്ഥലത്ത് പോയാലും കിട്ടില്ല. അത് അച്ഛനും അമ്മയ്ക്കും അവരവരുടെ വീട്ടിൽ നമ്മളുണ്ടാക്കിയ വീട് കാര്യം, മക്കള് അവർ വേറെയായി കഴിയുമ്പോൾ, അവരുടേതായ ചിന്തകളായി കഴിയുമ്പോൾ, അവരുടെ കുടുംബമായി കഴിയുമ്പോൾ എത്രയായാലും അവർ മാറി ചിന്തിക്കും. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം, ഇപ്പോൾ അല്പം എൻ്റെ ഫ്ലൈറ്റ് 12 മണിക്കാണ്, ഇനി ഇപ്പോൾ സമയമായിട്ട് 9 മണി ആവണേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സമയം പോക്കും അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയാനും പറ്റിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രായമായവരെ അവഗണിക്കരുത്. അവരെ കൊണ്ട് അവർക്ക് കഴിയാവുന്ന ജോലികൾ എടുപ്പിക്കുക. അവരെന്തായാലും വേതനത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കടുംപിടുത്തം പിടിക്കില്ല. കാരണം അവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. നന്ദി, നമസ്കാരം.